ഫോർ ഫ്ലവേഴ്സ് TV അവാർഡ്സിന്റെ കട്ട് ആൻഡ് റീസറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ റിഹേഴ്സൽ ക്യാമ്പിലെ വിശേഷങ്ങളൊക്കെ കണ്ടു. നമ്മുടെ താരങ്ങൾ ചമയങ്ങളില്ലാതെ പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടു. സോ ഇന്ന് കണ്ടംകുളത്തി ഡയാലി ഫോർ ഫ്ലവേഴ്സ് TV അവാർഡ്സിന്റെ കൂടുതൽ അണിയറ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. വളരെ കളർഫുൾ ആയിട്ടുള്ള അതിവിപുലമായ വേദിയായിരുന്നു അങ്കമാലിയിലെ അല്ലസ് കൺവെൻഷൻ സെന്ററിന്റെ മൈതാനിയിൽ ഒരുക്കിയിരുന്നത്. കേരളത്തിൽ തന്നെ നമ്മൾക്ക് കിട്ടാവുന്ന മികച്ച ടെക്നീഷ്യൻസ് ആണ് ഇതിന്റെ പിറകിൽ വർക്ക് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവേഴ്സ് TVയിൽ ഒരു ഇവന്റ് ഗ്രൂപ്പ് തന്നെ രാവും പകലും ഇല്ലാതെ ഇതിന് പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. ബിഗ് സ്ക്രീനിലെ താരങ്ങളെയും അണിയറ പ്രവർത്തകരെയും ആദരിക്കാനായിട്ട് പല അവാർഡ് ദിശകൾ സംഘടിപ്പിക്കാറുണ്ടെങ്കിലും മിനി സ്ക്രീനിലെ താരങ്ങൾ, അതായത് നമ്മുടെ കുടുംബ പ്രേക്ഷകരുടെ വീട്ടിൽ എന്നും അതിഥികളായി എത്തുന്ന മിനി സ്ക്രീനിലെ താരങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പൊതുവെ കിട്ടാറില്ല. ചില ചാനൽസ് ആണെങ്കിൽ അവരുടെ മാത്രം പരമ്പരകൾക്ക് ഇങ്ങനൊരു അവാർഡ് നിശ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് TV എല്ലാ ചാനൽസിലെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ പ്രതിഭകൾക്കും ആ ഒരു പുരസ്കാരം നൽകുകയും അത് വാങ്ങിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും അവർക്ക് നല്ലൊരു പ്രോത്സാഹനമായിട്ട് നമ്മുടെ താരങ്ങൾ തന്നെ നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി. ടെലിവിഷൻ എന്ന് പറയുന്ന മാധ്യമം നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകേണ്ട സാധനമാണ്. അത് ഒരു വലിയ മത്സരം നടക്കുന്നൊരു വേദി കൂടിയാണ്. അവിടെ ആ മാത്സര്യം വളരെ പാരസ്പര്യത്തിൻ്റെതായ സഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വേദിയാക്കി മാറ്റിക്കൊണ്ട് എല്ലാ ചാനലുകൾക്കും അവാർഡ് നൽകുക എന്ന് പറയുന്നത് അതൊരു എനിക്ക് തോന്നുന്നു അപൂർവങ്ങളായ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയേണ്ടത്, ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു അത് ഈ ഒരു ചാനലിന് മാത്രം സ്വന്തം. എന്തായാലും ഫസ്റ്റ് അവാർഡിന് എനിക്ക് വരാൻ പറ്റി. ഈവൻ സെക്കൻഡ് അവാർഡിനും ഫ്ലവേഴ്സ് എന്നെ വിളിച്ചു. ഒരുപാട് സന്തോഷം. എവിടെയാണെങ്കിലും അഭിനയം ഒന്നേ ഉള്ളൂ. അപ്പോൾ അംഗീകാരം കിട്ടുന്നത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം. നമുക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ശക്തിയാണ് അത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് മാത്രം നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, അയൽവക്കം കൂടി നോക്കണമല്ലോ. അതാണ് ഈ ചാനൽ ചെയ്തത്. അത് ഏറ്റവും വലിയൊരു പുണ്യം തന്നെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം മറ്റുള്ളവരുടെ കഴിവിനെ നമ്മൾ അംഗീകരിക്കാൻ കഴിയുമ്പോഴാണ് ഏത് വ്യക്തിയാണെങ്കിലും പ്രസ്ഥാനമാണെങ്കിലും സംഘടനയാണെങ്കിലും വലുതാകുന്നത്. ഇപ്പോൾ ഫ്ലവേഴ്സ് ഓൾറെഡി വലുതാണെന്ന് കഴിഞ്ഞ വർഷം തന്നെ തെളിയിച്ചതാണ്, വീണ്ടും തെളിയിച്ചു. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. ഫ്ലവേഴ്സിൻ്റെ ഒരു ഇതളാണ് ഞാൻ എന്നറിയുന്നതിലും സന്തോഷം. ഫ്ലവേഴ്സ് ചാനൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ സാരഥി എല്ലാ ചാനലുകൾ കടന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തുടക്കം തന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു. പിന്നെ ഇതൊരു എവിടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവും തോന്നുന്നില്ല. മറ്റുള്ള ചാനലുകളുടെ എല്ലാം വെച്ചിട്ട് ഒരു അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാ കൊടുക്കാതിരിക്കുന്ന മറ്റുള്ളവരെന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ചാനലും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമേ നമ്മൾ കാണുള്ളൂ. അപ്പോൾ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. ഇവിടെ വരാൻ പറ്റുക, അതിൽ പങ്കാളിയാവാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാ ചാനലുകളിലും ഒരുപാട് പ്രതിഭകളുണ്ട് എന്ന് തിരിച്ചറിയുകയും അവരെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് അംഗീകാരം നൽകാൻ തയ്യാറാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട്. അത് ഏറ്റവും വളരെ അഭിനന്ദിക്കപ്പെടേണ്ട ഒരു വലിയൊരു കാര്യമാണ്, അങ്ങനെ എനിക്ക് തോന്നുന്നു. ഫ്ലവേഴ്സിനൊരു ഇന്ന ചാനൽ അല്ലെങ്കിൽ ഇന്ന ചാനൽ ആർട്ടിസ്റ്റ് അങ്ങനെയുള്ളൊരു വേർതിരിവില്ല. അപ്പോൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു, അപ്പോൾ എല്ലാവരും കൂടെ കൂടുന്നു, അതിനൊരു പ്രത്യേക സന്തോഷമുണ്ട്. അപ്പോൾ അത് കാരണം എനിക്കെന്താ പറയുക, ഐ എം ഫീലിംഗ് പ്രൗഡ്. മറ്റ് അവാർഡുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്, വളരെ പ്രഷ്യസാണ് ഫ്ലവേഴ്സ് TVയുടെ അവാർഡ്. കാരണം ടെലിവിഷനിൽ തന്നെ ധാരാളം നടന്മാരുടെ അല്ലെങ്കിൽ ധാരാളം പ്രതിഭകളിൽ നിന്നാണ് ഒരു പ്രതിഭ തിരഞ്ഞെടുക്കുന്നത് ഒരു ചാനലിലെ അവാർഡ് വരുമ്പോൾ. ഇവിടെ ധാരാളം ചാനലുകളിൽ നിന്നും അനേകായിരം പ്രതിഭകളിൽ നിന്നാണ് അതിൽ ഒരു പ്രഷ്യസായുള്ള ഒരാളെ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഗ്രാൻഡായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നവരാണ് വലിയ മനുഷ്യരെന്ന് പറയുന്നത്. ഈ അവാർഡൊക്കെ കിട്ടാൻ വേണ്ടി കൊതിക്കുന്നു, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. എന്തായാലും വളരെയധികം സന്തോഷം.
ഇവിടെ വരാനും ഇതെല്ലാം കാണാനൊക്കെ കഴിഞ്ഞതിലൊക്കെ വളരെയധികം സന്തോഷം. എല്ലാ ചാനൽസിനും ഉൾപ്പെടുത്തി നടക്കുന്ന ഒരു പ്രോഗ്രാം ഡെഫിനറ്റ്ലി അതിനകത്ത് ഉറപ്പായിട്ട് പങ്കെടുക്കണമെന്ന് ഒരുപാട് താല്പര്യമുണ്ട്, എസ്പെഷ്യലി മഞ്ജുവിന് ഒരു അവാർഡുള്ളതുകൊണ്ടുകൂടി. ഫ്ലവർ ടിവിയുടെ TV അവാർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ളൊരു അവാർഡ്സാണ്. ഇതിന് മുൻപത്തെ അവാർഡ്സിൽ തന്നെ എനിക്ക് പങ്കെടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, അന്ന് സാധിച്ചില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പോലും അറിയാതെ ഈ ചാൻസ് എനിക്ക് വന്ന് വീണ് കിട്ടി. അപ്പോൾ കാരണം ഇത്രയും വലിയൊരു മഹത്തായ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഓൾ ചാനൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ചാനൽസിലും ഒരു ലാംഗ്വേജിലും അങ്ങനെ ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് ഫ്ലവർ ടിവിക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് സത്യത്തിൽ ഈ അവാർഡിനെ പറ്റി വലിയ മതിപ്പും അഭിമാനം തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ എല്ലാ ചാനലിലുള്ള എല്ലാ ആളുകളെ വിളിച്ചിട്ട് അതിൽ നിന്ന് സെലക്റ്റീവായിട്ടുള്ളവർക്ക് അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കണ്ടില്ലൊരു പ്രൊഡക്റ്റ് ഇക്കഴിഞ്ഞ മാർച്ച് 5 വൈകുന്നേരം അങ്കമാലിയിൽ ഒരു ഉത്സവമായിരുന്നു. കണ്ടംകുളത്തെ ഡയാലി ഫോർ ഫ്ലവേഴ്സ് TV അവാർഡ്സിലെത്തിയ ജനങ്ങൾക്കൊപ്പം ബിഗ് സ്ക്രീനിലെയും മിനി സ്ക്രീനിലെയും താരങ്ങൾ ഈ ഒരു അവാർഡ് ദാന ചടങ്ങിൽ എത്തിയതിൽ അവരുടെ ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കേണ്ടായി. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ മലയാളത്തിൽ ഒരു കാലത്ത് യുവത്വത്തിന്റെ ഹരമായിരുന്ന സീമ മാം, രേഖ മാം, അംബിക മാം ഇവരെല്ലാവരും ഫ്ലവേഴ്സ് TV അവാർഡ്സിനെ കുറിച്ച് വാചാലരായി. ഈ ആദ്യം പറഞ്ഞത് ഈ ഫ്ലവേഴ്സ് TV ചാനലിൻ്റെ മിക്ക ഫങ്ഷൻസും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷവും ഞാൻ അവാർഡ് നൈറ്റ് അറ്റൻഡ് ചെയ്തായിരുന്നു. കാരണം എനിക്ക് നിങ്ങൾ നടത്തുന്ന ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നത്, അതായത് സാധാരണ നമ്മളൊരു TV ചാനലിൻ്റെ ആൾക്കാർ ഒരു അവാർഡ് നടത്തുമ്പോൾ ഞങ്ങളുടെ ചാനലിൽ അഭിനയിച്ച ആൾക്കാർക്ക് മാത്രം അവാർഡ് എന്നുള്ള ഒരു സ്റ്റൈലിലാണ് സാധാരണ പോകുന്നത്. അത് അവരുടെ തെറ്റെന്നല്ല, ബട്ട് യൂഷ്വലി അങ്ങനെയാണ്. പക്ഷേ നിങ്ങളുടെ ഈ ചാനൽ അങ്ങനെയല്ല. എല്ലാ ചാനലിലെയും എല്ലാ സീരിയലിലെയും എല്ലാ കലാകാരന്മാരെയും അവരെല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു അവാർഡ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എന്താ പറയുന്നത്, അതിനൊക്കെ ഒരു വലിയ ഒരു മനസ്സും ഒരു ഓപ്പൺ ഹാർട്ട് ഫ്രീ സ്പിരിറ്റഡ് ആയിട്ടുള്ള ഒരിത്. ഫ്ലവേഴ്സിൽ വന്നത് വളരെ സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ചാനലിൻ്റെ അവാർഡ്സും കൂടി തരുന്ന ഒരേ ചാനൽ ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതിന് വളരെ സന്തോഷമുണ്ട്. വളരെ അവരുടെ ഭാഗമായിട്ട് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അതിൽ. ബിക്കോസ് ഇങ്ങനെ ഒരു സംഭവം എവിടെയും നടക്കാറില്ല. അത് ഫ്ലവേഴ്സിൽ മാത്രം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഐ തിങ്ക് ഇറ്റ്സ് റൈറ്റ് നോ? യാ, ഓക്കെ. അപ്പം അതിൻ്റെ ഈ അവാർഡ് വിന്നേഴ്സിനൊക്കെ എൻ്റെ വിഷസ് ഉണ്ട്. നന്ദി. ഐ ഫീൽ സോ ഹാപ്പി ബിക്കോസ് ആദ്യമായിട്ടാണ് ഈ ഫംഗ്ഷനിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഇയർ ഞാൻ വന്നിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ കേട്ടത് ഇതിൽ ഈ ഫ്ലവേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റ് മാത്രമില്ല, എല്ലാ ചാനൽസിലും ഉള്ള എല്ലാവർക്കും അവാർഡ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുമുട്ടാം, എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, കുറേ പേര് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ വിഷ് യു ഓൾ സക്സസ് ഫോർ ഈച്ച് ആൻഡ് എവ്രി വൺ. So wish you all the best for Flowers TV because ഒരുപാട് പുതിയ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വീട്ടമ്മയിൽ വരുന്നുണ്ട്. സോ വി ആർ ഓൾ വെരി ഹാപ്പി ടു ഹിയർ. വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു അവതരണ ശൈലിയാണ് RJ ആയപ്പോഴും VJ ആയപ്പോഴും നൈല ഉഷയ്ക്ക്. നമ്മൾ മലയാളികൾക്ക് ഒന്നുകൂടി പ്രിയങ്കരിയായത് മഴവിൽ മനോരമയിലെ മിനിറ്റ് ടു മിനിറ്റ് എന്ന ഗെയിം ഷോയിലൂടെയും സിനിമകളിലൂടെയുമാണ്. സോ അതുകൊണ്ട് തന്നെ കണ്ടംകുളത്തി ഡയാലി ഫോർ ഫ്ലവേഴ്സ് TV അവാർഡ്സിൽ മികച്ച അവതാരകയായത് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള നൈല ഉഷ തന്നെയാണ്. ഐ എം വെരി ഹാപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓബിയസ്ലി ഭയങ്കര സന്തോഷമല്ലേ. വെരി ഹാപ്പി ആൻഡ് ഓൾ ദി ബെസ്റ്റ്. യു ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ് ടു. നോമിനേഷനിൽ കുട്ടിയുടെ പേരില്ലാത്തതുകൊണ്ടാണ്, അതല്ലെങ്കിൽ ടഫ് കോമ്പറ്റീഷൻ ആയനെ അല്ലേ. അപ്പോൾ ശരിക്കും ഞാൻ FB പോസ്റ്റൊക്കെ കണ്ടു. വാട്ട് ഡിഡ് യു ഫീൽ വെൻ യു കെയിം ടു നോ ദാറ്റ് യു ആർ ദ വിന്നർ? ഭയങ്കര ഹാപ്പിയാണ് ബിക്കോസ് ഞാൻ മൂവി ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ തന്നെയാണെന്ന് തോന്നുന്നത് ഇസ് വെൻ ഐ എം ഓൺ TV, റേഡിയോ, സ്റ്റേജ്. അപ്പോഴാണല്ലോ നമ്മളെല്ലാവരുമായിട്ട് കുറച്ചുകൂടെ റിയലായിട്ട് കുറച്ച് ക്ലോസ് ഇൻട്രാക്ഷൻ ഒക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് ഐ ക്യാൻ ലിവ് ലൈക്ക് മൈ സെൽഫ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു അവാർഡ് കിട്ടുമ്പോൾ ഇറ്റ്സ് വെരി ഹാപ്പി. ആൻഡ് 2016 ഐ തിങ്ക് എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ഇയർ ആയിരുന്നു. സോ മെനി പീപ്പിൾ യുനോ ടെലിവിഷൻ ഇത്രയും ഒരു ക്ലോസ് മീഡിയം ആണെന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദി അവാർഡ് റിയലി. ഫ്ലവേഴ്സ് TVയുടെ ഈ ഒരു വെഞ്ചർ, അതായത് എല്ലാ ടെലിവിഷൻ ചാനൽസിനെയും വെച്ചുകൊണ്ടുള്ള ഒരു അവാർഡ് ഷോ എന്ന് പറയുമ്പോൾ വാട്ട് ഡു യു ഫീൽ അബൌട്ട് ദാറ്റ്?
ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു തീരുമാനമാണ്. ബിക്കോസ് ഞാനിപ്പോൾ ഒരു റേഡിയോയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം മറ്റ് റേഡിയോസും നമ്മുടെ റേഡിയോയുമായിട്ടുള്ള കോമ്പറ്റീഷനും ടെലിവിഷൻസിലും അങ്ങനെ തന്നെയാണ്. മറ്റൊരു ടെലിവിഷൻ ചാനലിൻ്റെ പേര് തന്നെ പറയില്ലല്ലോ. അപ്പോൾ ദെൻ ഹിയർ വെൻ യു സേ ദാറ്റ് മറ്റൊരു ചാനലിലെ സീരിയലാണ് നല്ലത്, സോ യു ആർ ഡിറക്റ്റിംഗ് ഓഡിയൻസ് ടു ദാറ്റ് ചാനൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് തീരുമാനമെടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു ഡിസിഷനാണ്. ആൻഡ് അത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് ഇപ്പോഴും ഫ്ലവേഴ്സിനൊന്നും സംഭവിച്ചിട്ടില്ല. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇനിയും അങ്ങോട്ട് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി എ ഗുഡ് വിൽ ചാനൽ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞങ്ങളെല്ലാവരും നൈല അവാർഡ് വാങ്ങുന്നത് കാണാൻ വേണ്ടി എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇവിടുന്ന് പുറത്തേക്ക് വരുമോ കാണാൻ? ഇല്ല വരും. താങ്ക് യു. കണ്ണംകുളത്തെ ഡയാലി ഫോർട്ട് ഫ്ലവേഴ്സ് TV അവാർഡ്സിൽ മികച്ച ജൂറി പാനലായിരുന്നു നമ്മളുടെ പ്രതിഭകളുടെ പ്രകടനങ്ങൾ വിലയിരുത്തിയത്. ഓരോ ജൂറി അംഗങ്ങളെയും ഫ്ലവേഴ്സ് TV അവാർഡ്സിന്റെ വേദിയിൽ ആദരിക്കുകയുണ്ടായി. ജഡ്ജിങ്ങിന്റെ ആ ഒരു രീതി എങ്ങനെയാണ് ജഡ്ജ് ചെയ്തത്, നമ്മുടെ പ്രതിഭകളുടെ ആ ഒരു പ്രകടനങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു, ഇതെല്ലാം നമ്മുടെ ജൂറി അംഗങ്ങൾ ഇടയ്ക്ക് നമ്മളോട് ഷെയർ ചെയ്യുകയുണ്ടായി. പരിപൂർണമായ സ്വാതന്ത്ര്യത്തോടെ അർഹതയെ മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ട് അവാർഡുകൾ നിർദ്ദേശിക്കുവാനുള്ള എല്ലാ പ്രവർത്തന സ്വാതന്ത്ര്യവും ചാനൽ മാനേജ്മെൻറ്റ് നൽകിയിരുന്നു. ചാനലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് TV ചാനലിൽ വന്ന പ്രോഗ്രാമുകളെയും അതിലെ കലാകാരന്മാരെയും പരമാവധി അവാർഡുകളിൽ 2 or 3 എണ്ണത്തിൽ കവിഞ്ഞ് പരിഗണിക്കരുത് എന്ന ഉദ്ദേശശുദ്ധിയോടുകൂടിയ ഒരു നിലപാടായിരുന്നു. സാധാരണ ടെലിവിഷനിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉള്ളതാണ്. അപ്പം ഈ എല്ലാ പ്രോഗ്രാംസൊന്നും നല്ലത് കണ്ടെത്തുക എന്ന് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ടെലിവിഷൻ പുരസ്കാരത്തിന് വേണ്ടി വരുന്ന കണ്ടന്റ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ കണ്ടന്റ് ഉണ്ടാവണം, അത് നിലനിൽക്കുന്നതാവണം, നാളേക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് പോകുമ്പോൾ അതിനകത്തുനിന്ന് ഇത്രയും ചാനലുകൾ നമുക്ക് മലയാളത്തിലുണ്ട്. അപ്പം മലയാളത്തിലെ ചാനലുകളിൽ നിന്നും ഒരു ചാനൽ കൃത്യമായിട്ട് ടെലിവിഷൻ പ്രോഗ്രാംസിനെല്ലാമായിട്ട് ഒരു പുരസ്കാരം കൊടുക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. എന്തൊക്കെ തന്നെയായാലും അതിനകത്തുനിന്ന് എല്ലാ ചാനലുകളിൽ നിന്നും ഏറ്റവും നല്ലത് കണ്ടെത്താനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് ഒരു പരിധിവരെയൊക്കെ സക്സസ് ആണ്. കാരണം എല്ലാ ചാനലുകളും പരസ്പരം മത്സരം ഉണ്ടാക്കുന്നതാണ്. അപ്പം മത്സരം നല്ല രീതിയിലാകാം എന്നുള്ളതാണ്. അപ്പോൾ ആ നല്ല രീതിയിലുള്ള മത്സരത്തിൽ നിന്നും നല്ല പ്രോഗ്രാംസ് കണ്ടെത്താനുള്ള ശ്രമം നടത്തിയത് ഒരു പരിധിവരെ സക്സസ് ആയിട്ടുണ്ടെന്നാണ് നമ്മുടെ ഈ ഒരു അവാർഡ് നിർണയത്തിന് ശേഷം തോന്നിയിട്ടുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ ഫ്ലവേഴ്സ് ചാനലിൽ നിന്ന് എനിക്കൊരു വിളി വന്നപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ആദ്യം ഞാൻ വിചാരിച്ചു എനിക്കൊരു അവാർഡ് തരാനാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, അതിലും ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണ് ഫ്ലവേഴ്സ് ചാനൽ എന്നെ ഏൽപ്പിച്ചത്. അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുക്കുക എന്നൊരു കർത്തവ്യമാണ് എനിക്കുണ്ടായിരുന്നത്. ഏകദേശം 1985 മുതൽ ദൂരദർശൻ വാർത്താ സംപ്രേഷണം തുടങ്ങിയത് മുതൽ ഞാൻ ഈ രംഗത്ത് വന്നതാണ്. 31 വർഷം കഴിഞ്ഞു. വിവിധ ചാനലുകളിൽ വർക്ക് ചെയ്തു. അതിൻ്റെ അംഗീകാരമാണ് എനിക്ക് ഫ്ലവേഴ്സ് ചാനൽ തന്നത് എന്ന് ഞാൻ അഭിമാനപൂർവ്വം ഇവിടെ ഓർക്കുന്നു. ഫ്ലവേഴ്സ് ചാനലിനെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിൽ എൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. How difficult was it, ma'am? How difficult was it to choose a person? ഇതിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ എത്ര ഡിഫിക്കൽട്ടായിരുന്നു? തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ ചാനലിൽ നിന്നുള്ള പല കാര്യങ്ങളും കണ്ടിട്ട് വേണം നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാനായിട്ട്. അതിൽ തന്നെ പല ആൾക്കാരെയും നമുക്ക് പലർക്കും കൊടുക്കണം എന്നുള്ളതുണ്ടായിരുന്നു. അതിൽ തന്നെ ദി ബെസ്റ്റ് നോക്കിയാണ് ഞങ്ങൾ പലരെയും തിരഞ്ഞെടുത്തത്. മാത്രമല്ല ഒരാളുടെ അഭിപ്രായം മാത്രമല്ലല്ലോ, ഒരു ജൂറി എന്ന് പറയുമ്പോൾ എല്ലാ അംഗങ്ങളും നമ്മളത് സമ്മതിക്കണം. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ടതാണെങ്കിലും ഞങ്ങൾ ചെയ്തതെല്ലാം ശരിയായി വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആക്ച്വലി ഫ്ലവർ TV ഫസ്റ്റ് ടൈം ശ്രീകണ്ഠൻ സാർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ജൂറിക്ക് ഇരിക്കാനുള്ള അർഹത ഉണ്ടോയെന്ന് ആദ്യം ഞാൻ കാരണം ടെലിവിഷൻ മീഡിയയിൽ ഞാൻ ഒരുപാട് 37 വർഷമായിട്ട് ടെലിവിഷൻ മീഡിയ വർക്ക് ചെയ്താലും എന്നെക്കാട്ടിലും കുറേ അച്ചീവ് ചെയ്ത കുറേ പേരെ അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഈ ഒരു അവാർഡ് എന്താണെങ്കിൽ ഞാൻ കുറേ അവാർഡ് വാങ്ങിച്ചാലും എനിക്ക് ഫ്ലവർ ടെലിവിഷൻ്റെ ഒരു അവാർഡ് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു വ്യത്യാസം എന്ന് പറയുന്ന ഒരു വെരി ഡിഫറെൻ്റ് ആണ്. ഇറ്റ്സ് എ യുണീക്കാണ്.
ഇൻ്റർനാഷണലിൽ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു ടെലിവിഷൻ ചെയ്യാത്ത ഒരു ഇതാണ് ഫ്ലവർ ടെലിവിഷൻ അച്ചീവ് ചെയ്തിരിക്കുന്നത്. കാരണം മറ്റ് ടെലിവിഷനിലുള്ളവർക്ക് അവാർഡ് കിട്ടിയാലും കുഴപ്പമില്ല, നമ്മൾ അത് നല്ല വർക്കായിരുന്നെങ്കിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. ആൻഡ് വെരി ലക്കി ദാറ്റ് ജൂറി മെമ്പറെ ഒരിക്കലും ഫോഴ്സ് ചെയ്യാത്ത ഒരു മാനേജ്മെൻറ്റാണ് ഫ്ലവർ ടെലിവിഷൻ. ഞങ്ങൾ വന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ലാസ്റ്റിൽ ഞങ്ങൾ ജൂറി മെമ്പറും ജൂറി ചെയർമാനും കൂടി ആലോചിച്ച് ഓരോരോ പ്രോഗ്രാം അനലൈസ് ചെയ്ത് പല സിറ്റിങ്ങിൽ അനലൈസ് ചെയ്ത് ഡീറ്റെയിലിംഗ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ചർച്ച ചെയ്തിട്ടാണ് ഈ അവാർഡ്. ഇതിലെ മാനേജ്മെൻറ്റോ ആരോ അതിൽ പങ്കില്ല. കാരണം അവർ എനിക്ക് തോന്നുന്നത് നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് അറിയുന്നത്. സോ ദിസ് എ ഗ്രേറ്റ് അവാർഡ്. ദിസ് അവാർഡ് ഫ്ലവർ TV's അവാർഡ് ഈസ് വെരി വർത്ത് അവാർഡ് ഫോർ മീ. എല്ലാ ചാനലുകളും കൂടെ ഉണ്ടായിരുന്ന ഒരു അവാർഡ് നിർണയമാണല്ലോ. സാധാരണ ടെലിവിഷനിൽ അവനവൻ്റെ ചാനലുകളെ, അപ്പോൾ എല്ലാ ചാനലിലും കൂടെ വരുമ്പോഴത്തെ എല്ലാ പ്രോഗ്രാമും നമ്മൾ കാണണം, വിലയിരുത്തണം. അപ്പോൾ അത് കുറച്ച് ടഫാണ്. അത് നന്നായിട്ട് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാതെ വളരെ സുതാര്യമായിട്ട് ചെയ്തു എന്നുള്ള ഒരു അഭിമാനമുണ്ട്. അങ്ങനെ തന്നെയാണ് പൊതുവെ ഫ്ലവേഴ്സ് ചാനലിൻ്റെ അവാർഡ്സിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നതും. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു മാമിന് ഒരുപാട് അഭിമാനിക്കാം എന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു ഫ്ലവേഴ്സ് TV അവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ അവാർഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പൊതുവെ എല്ലാവരും അറിയും. ഒരു ഫ്ലവേഴ്സ് പോലൊരു ചാനൽ ഇങ്ങനെ ഒരു അവാർഡ് ഒരു കലാകാരന് കൊടുക്കുമ്പോൾ അപ്പോൾ എന്താണ് ഈ ഒരു ഫീൽ, ഒരു ഗ്ലാമറസ് അവാർഡ്? അപ്പോൾ എന്താണ് ഒരു ഫീൽ? അത് മികവിനെ അംഗീകരിക്കല്ലേ. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരാളുടെ മാത്രം കുറച്ച് പേരുടെ കൂടെ ഓടുന്നതാണോ നല്ലത്, വലിയൊരു സംഘത്തിൻ്റെ കൂടെ ഓടുന്നതാണോ നല്ലത്? അപ്പോൾ ആ ജയത്തിന് കുറച്ചും കൂടെ ഒരു പ്രാധാന്യമാണ് മാറ്റം. അപ്പോൾ താങ്ക് യു സോ മച്ച്. 2 വർഷവും ഇത്ര സുതാര്യമായി ഇങ്ങനെ ഒരു അവാർഡ് നിർണ്ണയം നടത്തിയതിൻ്റെ ജൂറി മെമ്പറായതിന് താങ്ക് യു സോ മച്ച്. കാലങ്ങളായി മിനി സ്ക്രീൻ രംഗത്ത് തിളങ്ങിയ ബഹുമുഖ പ്രതിഭകളെയും കണ്ടംകുളത്തി ഡയാലി ഫോർ ഫ്ലവേഴ്സ് TV അവാർഡ്സിന്റെ വേദിയിൽ ആദരിക്കുകയുണ്ടായി. ഫ്ലവേഴ്സ് TV നൽകിയ ഈ ആദരവിനെ കുറിച്ച് അവർക്കും പറയാനുണ്ടായിരുന്നു. കണ്ടംകുളത്തി ഡയാലി ഫോർ ഫ്ലവേഴ്സ് TV അവാർഡ്സ് 2017 റെഡ് കാർപ്പറ്റിൽ ഇവിടെ അവാർഡ്സുമായിട്ട് നിൽക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ CR ചന്ദ്രൻ സാർ. ചന്ദ്രൻ സാറിനെ ഞങ്ങൾ എന്താ പറയുക, ക്യാമറയ്ക്ക് മുന്നിലല്ല പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ശബ്ദലേഖനമാണ്. ഈസ് എ സൗണ്ട് എഞ്ചിനീയർ. അപ്പോൾ എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷമുണ്ട്. ഇപ്പം എന്താ പറയുക, കിട്ടാത്ത മുന്തിരിക പൊളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് മലയാളികളുടെ ഒരു ഇതാണെന്ന്, മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. കാരണം ഈ മറ്റുള്ള ചാനലുകളിൽ ആരും കാണാത്തൊരു സംഭവം, അല്ലെങ്കിൽ ആ ഒരു ഐക്യത, അല്ലെങ്കിൽ ഒരു യൂണിറ്റി ദൃശ്യമാധ്യമ രംഗത്ത് ഫ്ലവേഴ്സ് ചാനലിൽ ആണ് അത് മുൻകൈ എടുത്ത് കഴിഞ്ഞ വർഷം പോലെ. അത് ചില ആൾക്കാരിങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ പക്ഷേ ആയിപ്പോകുന്ന മുന്തിരി വള്ളികളെ തേടി പിടിച്ച് ഞങ്ങൾ എവിടെ എത്തിയിട്ടുണ്ട്. സോ ഐ ആം വെരി ഹാപ്പി ടു ഗിവ് ദിസ് ടൈം, എസ്പെഷ്യലി ഈ അവാർഡ് എനിക്ക് നൽകിയത് ആദരവ് അല്ലേ. ഡെഫിനറ്റ്ലി ഐ ആം വെരി ഹാപ്പി, സോ മച്ച് ഹാപ്പി. സാധാരണ ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ തമ്മിലുള്ളൊരു മത്സരമാണ് ഉണ്ടാവുക. അപ്പോൾ അവർ പരസ്പരം ഒരു ശത്രുക്കളായിട്ടാണ് കാണുന്നത്. പത്രമായാലും മറ്റ് എല്ലാ ഏരിയയിലും, അതെ ഏത് തരത്തിലുള്ള ബിസിനസ്സിൻ്റെ ഏരിയയിലൊക്കെ ഒരേപോലെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അത് മറികടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. എന്തായാലും അങ്ങനെ ഒരു സംരംഭം എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തുന്ന ഒരു സംരംഭം ആയിട്ട് ഫ്ലവേഴ്സ് വന്നത് വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടെലിവിഷൻ ചാനലിൻ്റെ അവാർഡ് മറ്റൊരു ടെലിവിഷൻ ചാനലിൽ ഇരുന്നു കൊണ്ട് വാങ്ങുന്നത്. അപ്പോൾ ആ നിലയിലൊരു ഫ്ലവേഴ്സ് TV ഒരു പുതിയ സംരംഭമാണ് ചെയ്യുന്നത്. എല്ലാവരും മാതൃകയാക്കേണ്ടതാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന ആ ഒരു സ്ഥാപനത്തിൽ മാത്രമല്ല പ്രതിഭകളുള്ളത്, മറ്റ് സ്ഥാപനങ്ങളിലും ഉണ്ട് എന്ന് വിലയിരുത്താനുള്ള ഒരു ശേഷി ഫ്ലവേഴ്സ് TV കാണിക്കുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ അവാർഡുകൾ നമുക്ക് തരുന്നത് നമ്മളൊരു ടെലിവിഷൻ ചാനലിനെ പ്രതിനിധീകരിക്കുന്നു, ഒരു ടെലിവിഷൻ ചാനലിലെ പരിപാടിയെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു മാധ്യമ സ്ഥാപനം നമ്മളെ അംഗീകരിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. കാരണം പൊതുസമൂഹം ചിലപ്പോൾ അംഗീകരിക്കും, മറ്റു പ്രസ്ഥാനങ്ങൾ അംഗീകരിക്കും, പക്ഷേ മറ്റൊരു ടെലിവിഷൻ മാധ്യമ സ്ഥാപനം നമ്മളെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു എന്നത് തീർച്ചയായും വളരെ ഹൃദയം നിറയ്ക്കുന്ന ഒരു അനുഭവമാണ്.
കണ്ടംകുളത്തി ജയലി ഫോർട്ട് ഫ്ലവേഴ്സ് TV അവാർഡ്സ് അങ്കമാലിക്കാർക്കൊരു പുതിയ അനുഭവമായിരുന്നു. അങ്കമാലി ഡയറീസ് എന്ന പുതിയ ചിത്രവും അങ്കമാലിക്കാർക്ക് മറ്റൊരു അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടംകുളത്തി ജയലി ഫോർട്ട് ഫ്ലവേഴ്സ് TV അവാർഡ്സിൽ അങ്കമാലി ഡയറീസിലെ താരങ്ങളും എത്തിയിരുന്നു. ആ വിശേഷങ്ങളിലേക്ക്. അങ്കമാലി എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്ത പടമാണ്. ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സിനിമയാണ്. എൻ്റെയും ലിജോയുടെയും ചെമ്പൻ്റെയും ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു, ഒരു കംപ്ലീറ്റ് നമ്മുടെ ഇഷ്ടമുള്ളൊരു സിനിമ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സിനിമ ഒരു 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 ടെൻഷനില്ലാതെ ചെയ്യണമെന്ന്. അത് ചെയ്തു, ജനങ്ങൾ സ്വീകരിച്ചു, സൂപ്പർ ഹിറ്റായി. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ്. ഐ മീൻ ഇത് ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ആദ്യത്തെ ഫംഗ്ഷനാണ് ഇതിന് ശേഷം. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു അത് ആ ഫംഗ്ഷൻ നടക്കുന്നത് അങ്കമാലിയിലാണ്. അപ്പം അതിൻ്റെ ഒരു ത്രില്ല് വേറെ ഉണ്ട്. അപ്പം അങ്ങോട്ട് കയറാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കണം. ആദ്യമായിട്ടായിരിക്കും അല്ലേ ഒരു അവാർഡ് ഫംഗ്ഷൻ? കാരണം മൂവി ഇപ്പം റിലീസായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഒരു അവാർഡ് കിട്ടാനാവുന്നതേ ഉള്ളൂ. അപ്പോൾ വാട്ട് യു ഫീൽ ആദ്യത്തെ ഒരു അവാർഡ് ഫംഗ്ഷൻ? ഭയങ്കര, ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ്. ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യമേ തന്നെ നമ്മുടെ പടം നന്നായിട്ട് ഓടുന്നുണ്ട്, ഭയങ്കര ഹിറ്റാണ്, എല്ലാ സ്ഥലത്തു നിന്നും നല്ല റെസ്പോൺസാണ്. പിന്നെ ഫ്ലവേഴ്സ് TVക്ക് ഞാൻ നന്ദി പറയാണ്. ഇവിടെ ഇത്രയും വലിയൊരു വേദി തന്നതിന് ടീം അങ്കമാലി ഡയറീസിൻ്റെ പേരിൽ നന്ദി പറയുന്നു. എല്ലാം അടിപൊളിയാവട്ടെ. കണ്ടംകുളത്തി ജയലി ഫോർട്ട് ഫ്ലവേഴ്സ് TV അവാർഡ്സ് നിങ്ങളുടെ മുമ്പിലെത്താൻ ഇനി 2 ദിവസങ്ങൾ മാത്രം. ആ വർണ്ണാഭമായ പുരസ്കാര രാവിന്റെ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ദൃശ്യങ്ങളും കാണാം നാളെ കണ്ടംകുളത്തി ജയലി ഫോർട്ട് ഫ്ലവേഴ്സ് TV അവാർഡ്സിന്റെ കത്തിൻ റേസറിൽ. ഹോം മസാല, വിനോദം വിരൽ തുമ്പിൽ. Log on to homemasala.com. Download the app from Google Play Store.